പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇവിടെ ആഫ്രിക്കൻ മല്ലിച്ചെപ്പുണ്ട്, ഇഞ്ചിയുണ്ട്, ഇതുപോലെ ഔഷധ ചെടികൾ തന്നെ ഇവിടെ ഒരുപാടുള്ളത്. ഇത് കാണുന്നതെല്ലാം നല്ല അടിപൊളി ചീരയാണ്. ഒരു തൈ ഉണ്ടായിരുന്നെങ്കിൽ മതി ഈ ചീരൊക്കെ നമുക്ക് ഉപ്പേരി വെക്കാം. ഇഷ്ടം പോലെ വിത്തുണ്ട്. വിത്ത് ചോദിക്കുന്നവർക്കൊക്കെ ഈ ചുവന്ന തണ്ടുള്ള ഈ ചീര വിത്ത് കഴിച്ച് തരാൻ പറ്റും. ഇത് പിച്ചപ്പൂവാണ്. പിച്ചപ്പൂയുടെ തൈ പോലാണ് ഇവിടെ കാണുന്നത്. പിച്ചപ്പൂവാണ്. ഇത് വന്നിട്ട് നല്ല പൂമ്പാറ്റകളൊക്കെ പറമ്പൊക്കെ എത്താനും ഉള്ള പൂവുണ്ടാവുന്ന നല്ല ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് പൂവുണ്ടാവുന്ന ഉത്തരം സീനിയയുടെ പോലെ ഒരു പൂച്ചെടിയാണ്. ഇഷ്ടം പോലെ പൂമ്പാറ്റകളൊക്കെ എത്തും. 10 മണിയുടെ പൂക്കളാണ് ഇതൊക്കെ. എല്ലാ സ്ഥലത്തിലും നീലാമരിയുടെ തൈവലാണ് വെച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഒരു തൈയാണ്, തണ്ടൊക്കെ ഉണ്ട്. ഈ നീലാമരിയുടെ തണ്ടും ഇതൊക്കെ കാണിക്കാൻ കാരണം പച്ചോടെ തണ്ടും നമ്മുടെ ഓയിലുണ്ടാക്കുമ്പോൾ ചേർക്കുക, വേര് ചേർക്കുക. തലവേദനകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. മുടി കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും മുടി വളരാനൊക്കെ നല്ലത് തന്നെ. ഇവിടെ നല്ല കൃഷ്ണ തുളസി ഉണ്ട് ആ ചെട്ടിയിൽ. പിന്നെ ചെറിയ ഇലയായിട്ട് നമ്മൾ കാണുന്നത് ദന്തപാലാണ്. ദന്തപാല ചെടിയാണ്. അത് വളർന്നു കഴിഞ്ഞാൽ ശരിയാണ്, സോറിയാസിക്കൊക്കെ ഏറ്റവും ബെസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ചൊറിച്ചിലൊക്കെ തലയിലുള്ളതുക്കും എല്ലാത്തിനും ഇതാലും സോപ്പൊക്കെ യൂസിങ് ചെയ്യുക ഈ ദന്തപാല. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ദന്തപാലയുടെ സോപ്പും യൂസിങ് ചെയ്യും. ഇവിടെ ഈ മുളച്ചിട്ടുള്ളതെല്ലാം ചുവന്ന ചീരയുടെ തൈയാണ്. പിന്നെ ചെമ്പരത്തി ഒക്കെ, ചുവന്ന ചെമ്പരത്തി പൂവ് ഓയിൽ താലിക്കും യൂസിങ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ഓയിലുണ്ടാക്കുമ്പോൾ ഇതൊക്കെ യൂസിങ് ചെയ്യുന്നതാണ്, പൂവിലൊക്കെ. ഇവിടെ തന്നെ മൈലാഞ്ചി ഉണ്ട്. ഇത് മൈലാഞ്ചിയാണ്. ഓയിലുണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മൈലാഞ്ചിയും ചേർക്കുകയും ചെയ്യും. നീലാമരിയാണ്. നമ്മുടെ അടുത്ത നീലാമരിയുടെ തൈവിലൊക്കെ മുളച്ച് വളർന്ന് വരുന്നുണ്ട്.